ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ലഞ്ചിൻ്റെ കൂടെയൊക്കെ നല്ല സൈഡായിട്ട് കഴിക്കാൻ പറ്റും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തൈര് കറിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കല്ല് ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ തൈര് കറി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് തൈര് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നല്ല കട്ട തൈരാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ കട്ട തൈരാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് തയ്യാറാക്കി നോക്കി നല്ല ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെയും വീട്ടിൽ തൈരൊക്കെ തയ്യാറാക്കി നോക്കിയിട്ട് ഇതുപോലെ കട്ടയ്ക്ക് കിട്ടാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്തും വെച്ചിരിക്കാം. എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയേക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു 6-7 ടേബിൾ സ്പൂൺ അളവിൽ കട്ട തൈര് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല കട്ട തൈരായതിൻ്റെ പേരിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. നമ്മൾ ഇതിലേക്ക് ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, ഒരല്പം മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഫസ്റ്റ് ഞാനിപ്പോൾ ഈ ഒരളവിലാണ് നമ്മുടെ തൈര് എടുത്തിട്ടുള്ളത്. അപ്പോൾ കപ്പ് അളവിൽ എടുക്കുമ്പോഴത്തേക്കും ഒരു 1.5 കപ്പ് അളവിൽ തൈര് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമ്മളിതിലേക്ക് വെള്ളം ചേർത്തിട്ടും നല്ല കട്ടിക്കാണ് നമ്മുടെ തൈര് ഇപ്പോഴും ഉള്ളത്. വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഇത് ഇത്രയും തന്നെ മതിയാവും. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഈ ഒരു അളവിൽ കുറച്ച് മല്ലിയിലയും കൂടിയാണ്. അപ്പോൾ മല്ലിയില നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. അത്രയും സമയം കൊണ്ട് ഈ മല്ലിയിലയുടെ ഫ്ലേവർ എല്ലാം നമ്മുടെ തൈരിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ചേർക്കേണ്ട ബാക്കി മിക്സും കൂടി പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിലുണ്ടെങ്കിൽ അതിലും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ കടുകും കൂടിയാണ്. കൂടെ തന്നെ അതുപോലെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടിയാണ്. അപ്പോൾ വലിയ ജീരകമല്ല, ചെറിയ ജീരകമാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് വെളുത്തുള്ളി അല്ലിയും കൂടിയാണ്. ഞാനിപ്പോൾ ചെറിയ വെളുത്തുള്ളി അല്ലിയിൽ ഒരു 7 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. വലുതാണെന്നുണ്ടെങ്കിൽ, നല്ല വലുതാണെന്നുണ്ടെങ്കിൽ 3 വെളുത്തുള്ളി അല്ലി തന്നെ ധാരാളം മതിയാവും. അപ്പോൾ കുറച്ചധികം വെളുത്തുള്ളി നമ്മളിതിലേക്ക് ചേർക്കണം. ഈ ഒരു അളവിൽ തന്നെയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് കളറൊക്കെ മാറിയിട്ട് വരട്ടെ. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. കാരണം നമ്മളിതിലേക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, അതിൻ്റെ പേരിലാണ്. ഇതുപോലെ ചെറിയ രീതിയിൽ ഇതൊന്ന് വഴണ്ടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു വലിയ സവാളയുടെ ഒരു പകുതി സവാള കൂടി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്, അതുകൂടിയാണ്. സവാളയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി സവാളയുടെ കളറൊക്കെ ഒന്ന് നമുക്ക് മാറി കിട്ടണം. അപ്പോൾ പെട്ടെന്ന് തന്നെ, വളരെ കുറച്ചായതിൻ്റെ പേരിൽ പെട്ടെന്ന് ഒന്ന് വഴണ്ടി കിട്ടിക്കോളും. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു തൈര് കറിയാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ നമ്മുടെ സവാളയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്, ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു തക്കാളിയും കൂടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ തക്കാളിയിൽ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതുകൂടി ചേർക്കുകയാണ്. അപ്പോൾ തക്കാളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 30 സെക്കൻഡ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴണ്ട് കിട്ടിയതിന് ശേഷം മാത്രമേ തക്കാളി ചേർക്കാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ സവാള പെട്ടെന്ന് വെന്ത് കിട്ടില്ല, അതിൻ്റെ പേരിലാണ്. ഒരു 30 സെക്കൻഡ് കൂടി ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലയും കൂടി ചേർത്ത് കൊടുക്കാം.
ഒരു 1.5 ടീസ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. ഇനിയിപ്പോൾ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1.5 ടീസ്പൂൺ അളവിൽ നമുക്ക് ചേർക്കാൻ പ്രശ്നമൊന്നുമില്ല. അധികം എരിവൊന്നും ഉണ്ടാവില്ല, കാരണം നമ്മളിതിലേക്ക് പച്ചമുളകൊന്നും ചേർക്കുന്നില്ല, അതിൻ്റെ പേരിലാണ്. പിന്നെ അതുപോലെ നമുക്ക് വേണ്ടതാണ് മല്ലിപ്പൊടിയും കൂടി. ഒരു 2 ടീസ്പൂൺ അളവിലാണ് നമ്മളിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരല്പം കായപ്പൊടിയും കൂടിയാണ്. അപ്പോൾ സാമ്പാർ കായമാണ് ചേർക്കുന്നത്. അപ്പോൾ അതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ചേർത്തേക്കണം. കൂടെ തന്നെ ഒരു 3 വറ്റൽമുളകും കൂടി എടുത്തിട്ടുണ്ട്, അപ്പോൾ അതും ചേർക്കാം. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമില്ല, എങ്കിൽ പിന്നെ പെട്ടെന്ന് നമ്മുടെ മസാലയൊക്കെ കരിഞ്ഞു പോവും. അതിൻ്റെ പേരിൽ ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. 30 സെക്കൻഡ് മാത്രം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വഴറ്റിയെടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് സവാള ചേർക്കുന്നതും തക്കാളി ചേർക്കുന്നതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയെ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു തവണ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ സവാളയുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടി സവാള ചേർക്കാം, തക്കാളിയുടെ ടേസ്റ്റ് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചേർക്കാം. അപ്പോൾ ഇതുപോലെ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതെല്ലാം ഒന്ന് നമ്മുടെ തൈരിലേക്ക് ചേർക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇത് ഇത്രയും തന്നെ മതിയാവും. നമ്മളിവിടെ മാറ്റി വെച്ചിരുന്ന തൈരൊക്കെ ഇവിടെ നന്നായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ നല്ലതുപോലെ ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് നല്ല ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ മസാലക്കൂട്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണമൊക്കെയാണ് ഇങ്ങനെ വരുന്നത്. അതായത് ഈ മസാലയുടെ മണവും പിന്നെ മല്ലിയുടെ മണവും ഒക്കെ ആയിട്ട് നല്ല സൂപ്പറായിട്ടാണ് ഉണ്ടാവുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തൈര് കറിയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുകയാണ്. നമ്മൾ എടുത്ത തൈരിന് എത്രത്തോളം ഉപ്പ് വേണോ അതിനനുസരിച്ചിട്ട് ഒരല്പം ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതെന്തിൻ്റെ കൂടെയൊക്കെയാണ് നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് വെച്ചാൽ നല്ല ചൂട് ചോറിൻ്റെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റായിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ നെയ്ച്ചോറിൻ്റെ കൂടെയും ബിരിയാണിയുടെ കൂടെയൊക്കെ നമുക്ക് സൈഡായിട്ട് വെക്കാൻ പറ്റുന്ന നല്ലൊരു തൈര് കറിയാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ നിങ്ങളൊന്ന് അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും ഒന്ന് തയ്യാറാക്കി നോക്കാനായിട്ടൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.